welcome back to my channel. Hope you are doing good. So in this video we are going to discuss about Kerala Law Entrance Examination 2024 apply ചെയ്യാനായിട്ടുള്ള important documents നെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലീൻ 2024 അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ഇതുവരെയും തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. വരുന്ന മാസങ്ങളിൽ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് ലെറ്റ് us dive into the video. ഏത് കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിലും മാൻഡേറ്ററി ആയിട്ട് നാഷണാലിറ്റി ആൻഡ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വി ഓൾ നോ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസണിന് മാത്രം എഴുതാൻ സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ നാഷണാലിറ്റി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് 60% ഓഫ് ദ സീറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ദാറ്റ് മീൻസ് കേരളൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ 60% സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് കിട്ടാനായിട്ട് എലിജിബിൾ ആവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നേറ്റിവിറ്റി നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് നാഷണാലിറ്റി ആൻഡ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് SSLC പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ CBSE ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അത് ഉണ്ടാവത്തില്ല. സോ നിങ്ങൾക്ക് പാസ്പോർട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നാഷണാലിറ്റി ആൻഡ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഈ 3 ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ഒരു നാഷണാലിറ്റി ആൻഡ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇഫ് നിങ്ങൾ 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLBക്ക് ആണ് അപ്ലൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ലോവർ ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് 17 ഇയേഴ്സ് അറ്റൈൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ ഏജ് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. SCBC or OBC candidates മാൻഡേറ്ററി ആയിട്ട് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എംപ്ലോയ്മെന്റ് പർപ്പസ് ഓർ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് മേടിച്ച സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറയുന്നുണ്ട് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും സ്വീകരിക്കുക. SC or SC കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താലായിട്ട് മതി. OSC റിസർവേഷൻ ആണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് നിങ്ങൾ OSC ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ജനറൽ കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പേരൻസ് ഇപ്പോൾ ഇന്റർകാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേരന്റ് SC or ST ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർകാസ്റ്റ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാണ്ട് തന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. PWD റിസർവേഷൻ ആണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് നിങ്ങൾക്ക് തന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ആൻഡ് എക്സ് സർവീസ് മെൻ ഓർ ചിൽഡ്രൻ ഓഫ് എക്സ് സർവീസ് മെൻ ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. എക്സ് സർവീസ് മെന്റെ ചിൽഡ്രൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാനായിട്ടുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. സ്പോർട്സ് കോട്ട റിസർവേഷൻ ആണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മിനിമം ഡിസ്ട്രിക്ട് ലെവലിലെങ്കിലും നിങ്ങൾ ഒരു 3rd പ്രൈസ് അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് കൂടാണ്ട് ഇതിന്റെ മേലിലായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് അതും വെച്ച് നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. HSC കോട്ടയിലേക്കും നിങ്ങൾക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. എക്സ് പാരാമിലിറ്ററി ഓർ ചിൽഡ്രൻ ഓഫ് എക്സ് പാരാമിലിറ്ററി ആണ് എന്നുണ്ടെങ്കിൽ ഹയർ ഒഫീഷ്യൽ 6 മന്തിന്റെ അകം ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇത് കൂടാണ്ട് തന്നെ ലക്ഷദ്വീപിലെ ഒരു കാൻഡിഡേറ്റിന് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് ഒരു സീറ്റ് റിസർവ്ഡ് ആയിട്ടുണ്ട്. ഫിഷർമാന്റെ ചിൽഡ്രൻ ആണ് എന്നുണ്ടെങ്കിൽ ഫീ കൺസെഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ റിസർവേഷന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ തെറ്റാണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന്. എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഐ വിഷ് യു ഗുഡ് ലക്ക്. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.